ഹലോ ഐ ലവ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ നോമ്പൊക്കെ തുടങ്ങുകയല്ലേ. അപ്പം നോമ്പിൻ്റെ കുറച്ച് റെസിപ്പീസ്, സ്നാക്ക് റെസിപ്പി, ഡ്രിങ്ക് റെസിപ്പിയൊക്കെ ഞാൻ ഡെയിലി ഇടാമേ പറ്റുന്ന പോലെ. അപ്പോൾ ഇന്നൊരു ബ്രെഡ് സ്നാക്ക് റെസിപ്പിയാണ്. കിട്ടു ടേസ്റ്റാണ് കേട്ടോ. എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം കുറച്ച് ബോൺലെസ് ചിക്കൻ ഒരു 200-250 ഗ്രാം എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ തൈര്, മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, ജീരകപ്പൊടി എന്നിവ മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ കുറച്ച് സവോള, ക്യാബേജ് അരിഞ്ഞത്, പിന്നെ മയോണൈസ്, ടൊമാറ്റോ സോസ്, പെപ്പർ, സോൾട്ട് എന്നിവ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ഒരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ മൈദ, 4 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ ഒരു പാനിൽ നമ്മുടെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസസ് നമുക്ക് വറുത്തെടുക്കാം. ഇനി നമുക്കൊരു മുട്ടയിൽ സ്വല്പം വെള്ളവും കുറച്ച് പെപ്പറും ജീരകവും ഉപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് നമ്മുടെ മിക്സിൽ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ബ്രെഡ് എടുക്കുക, അതിൻ്റെ സ്ലൈസസ് അതിൻ്റെ സൈഡ് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് റോൾ ചെയ്യാം, ഒന്ന് പരത്തിയെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെക്കാമേ. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫില്ലിങ് ഇതിൽ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ മൈദ കലക്കി വെച്ചതൊന്ന് സൈഡിൽ ബ്രഷ് ചെയ്തിട്ട് ഇതൊന്ന് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം. ഇതൊരു മെത്തേഡാണ്, ഇത് ഈസിയാണ്. അത് ഏത് ബ്രെഡും വെച്ച് ചെയ്യാം, ആർക്കും ചെയ്യാം. പിന്നെ ഒരു കോൺ പോലെ തയ്യാറാക്കി അതിനകത്ത് ഫില്ലിങ് അങ്ങനെയും വെക്കാം. എന്നിട്ട് ഇതുപോലെ മൈദയുടെ മിശ്രിതം ഒന്ന് ചേർത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ മുട്ടയിൽ നന്നായി ഇത് നല്ല രീതിയിൽ മുക്കിയെടുത്ത് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്ത് നമുക്ക് നല്ല ചൂടുള്ള എണ്ണയ്ക്കകത്ത്, നല്ല ചൂടുള്ള എണ്ണ വേണേ, അല്ലെങ്കിൽ എണ്ണ കുടിക്കും, എടുത്ത് വറുത്ത് കോരുക. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ കോരുക. എളുപ്പം നമുക്ക് തയ്യാറാക്കാം. അത്രേ ഉള്ളൂ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നല്ല ചൂടുള്ള എണ്ണയിൽ മാത്രം പൊരിച്ചെടുക്കണേ, അല്ലെങ്കിൽ എണ്ണ കുടിക്കും ബ്രെഡ് ആയതുകൊണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ റംദാൻ സീരീസിലെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ, സ്റ്റേ സേഫ്.